അരവല്ലി പർവ്വതനിരകളുടെ നിർവചനം സംബന്ധിച്ച് നവംബർ 20 ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. പുതിയ വിദഗ്ധ സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കും വരെയാണ് ഉത്തരവ് മരവിപ്പിച്ചത്. സുപ്രീം കോടതി നടപടി കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സ്വാഗതം ചെയ്തു. കേന്ദ്ര സർക്കാരിനും ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നവംബർ 20 പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ആരവല്ലി വലിയ പർവ്വതനിരകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി അന്ന് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ. 12,081 മലനിരകൾ ചേർന്നതാണ് ആരവല്ലി പർവ്വതനിര. ഇക്കൂട്ടത്തിൽ 100 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങൾ മാത്രം ആരവല്ലി കുന്നുകളുടെ പ്രത്യേക പരിസ്ഥിതി സംരക്ഷണ മേഖലയായി പരിഗണിക്കാമെന്നായിരുന്നു നവംബർ 20 ഉത്തരവ്. 1048 കുന്നുകൾ മാത്രമാണ് ഈ നിർവചനത്തിന്റെ പരിധിയിൽ വരിക. മാത്രമല്ല, 2 കുന്നുകൾ തമ്മിൽ 500 മീറ്റർ ദൂരമുണ്ടെങ്കിൽ അതിനിടയിൽ ഖനനത്തിന് അനുമതി നൽകാമെന്നായിരുന്നു നിർദ്ദേശം. ഇക്കാര്യങ്ങൾ വീണ്ടും പരിശോധനാ വിധേയമാക്കണമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിനിയോഗിക്കുന്ന പുതിയ വിദഗ്ധ സമിതി വിഷയം ആഴത്തിൽ പഠിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. അനിയന്ത്രിത ഖനനത്തിന് വഴിവെക്കുന്നതായിരുന്നു നവംബർ 20 ഉത്തരവെന്നും സുപ്രീം കോടതി നിരീക്ഷണമുണ്ട്. മാത്രമല്ല, നേരത്തെ കണ്ടെത്തിയ 100 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങൾ 1000-ലേറെ മാത്രമാണ് ഉള്ളതെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കാവുന്ന പഠനമാണോ എന്നും സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് കെ മഹേശ്വരി, ജസ്റ്റിസ് AG മസീഹ് എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, ജനം.